സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മൾ ഗൂഗിൾ പേ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ട്രാൻസാക്ഷൻ പേഴ്സൺ ടു പേഴ്സൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ബൈ മിസ്റ്റേക്കിൽ ചിലപ്പോൾ ഒരു ഫോൺ നമ്പർ മാറി വേറെ ആളുകളിലേക്ക് ക്രെഡിറ്റ് ആവുമല്ലോ. അപ്പോൾ ആ സംഭവം നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് എങ്ങനെ തിരികെ നമ്മളെ പൈസ തിരിച്ച് കിട്ടാനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ പഴയ QR കോഡ് സ്കാനർ ഷോപ്പുകളിലൊക്കെ ആകുമ്പോൾ അത് പ്രശ്നം ഉണ്ടാവില്ല. പേഴ്സൺ ടു പേഴ്സൺ ചെയ്യുന്ന സമയങ്ങളിൽ ചിലപ്പോൾ ഒരു നമ്പറൊക്കെ മാറിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പൈസ നമ്മളിത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരികെ എടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെന്ത് ചെയ്യണം? നമ്മൾ ഗൂഗിൾ ക്രോം നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരുമ്പോൾ NCPI .org.in ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് വരിക. അപ്പോൾ ഈ ഇൻ്റർഫേസ് വരുമ്പോൾ നമ്മളിതിൽ ഫസ്റ്റത്തെ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സ്ക്രോൾ ചെയ്യുക. അതിൽ കൺസ്യൂമറിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഈ കൺസ്യൂമറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UPI കംപ്ലയിൻറ്റിൽ ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യും, ഈ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിൽ തൊട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ പേഴ്സൺ ടു പേഴ്സണിനായിരിക്കും നമുക്ക് എപ്പോഴും പ്രോബ്ലം വരിക. അപ്പോൾ പേഴ്സൺ ടു പേഴ്സണിൽ ഇത് ചെയ്യുക. ഇഷ്യൂ വരുമ്പോൾ ട്രാൻസാക്ഷൻ ഇൻകറക്റ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ അക്കൗണ്ട് എന്നുള്ള സംഭവമുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം, നമ്മളെ ഡീറ്റെയിൽസ് ട്രാൻസാക്ഷൻ ID ഉണ്ടാവും. അപ്പോൾ സെലക്ട് ബാങ്ക് കൊടുക്കുക, അത് കൊടുക്കുക, റുപ്പീസ് കൊടുക്കുക, പൈസ കൊടുക്കുക, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കുക, ഇമെയിൽ ID കൊടുക്കുക, എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. ഇതൊന്നും ഞാൻ ചെയ്യുന്നത് ഇതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേറൊരു ഇത് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അത് കാരണം അത് ഞാൻ കംപ്ലയിൻറ്റ് ഇങ്ങനെ ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫർദർ പ്രോസസ്സ് അവർ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് നമ്മളെ പൈസ തിരികെ കിട്ടാനുള്ള ഒരു സംഭവം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.